ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അഗൈൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്തോടാണ് ഇപ്പോൾ ഞാൻ ഈ നടന്നുകൊണ്ട് പോകുന്നത്. അങ്ങോട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫാറൂഖാണ്, ഫാറൂഖ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ജബലന്നൂറിൻ്റെ താഴെയാണ് കേട്ടോ. നമ്മളെ കൂടെ നമ്മളൊരു നാട്ടുകാരുണ്ട്. പുള്ളിക്കാരനൂടെ ഈ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അളിയാ പരിചയപ്പെടുത്തേ. എൻ്റെ പേര് ഹനീഫ, കൊണ്ടോട്ടി. അതെ, കൊണ്ടോട്ടി നമ്മളെ നാട്ടുകാരനാണ്. അപ്പോൾ മൂപ്പര് ഇവിടെ വിസിറ്റിങ്ങിന് വന്നതാണ്, ഉംറക്കല്ല വിസിറ്റിങ്ങിന് വന്നതാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാന്നുള്ളതിൽ നോമ്പ് നോറ്റി ഞാൻ കൊണ്ട് ഇറക്കിയതാണ്. ഇപ്പോൾ നമ്മളെ മക്കാ ബസ് ഉണ്ടല്ലോ, മക്കാ ബസ്സിൽ കുറേ ചുറ്റിക്കറങ്ങി അല്ല അളിയാ, നമ്മൾ കുറേ സ്ഥലങ്ങൾ കണ്ടു അല്ലേ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ലക്ഷ്യമെത്തി, ജബലന്നൂരിലെത്തിയിട്ടുണ്ട്. നമ്മളിത് അവിടെ നിന്നാണ് ഈ ഒരു മലകയറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്ത് ഇങ്ങനെ മേലോട്ട് പോയത് കേട്ടോ. എന്തായാലും ഒരുപാട് അങ്ങോട്ട് കയറി പോകാനുണ്ട്. നല്ല ചൂടാണ്. സമയം രാവിലെ 8:10 ആവുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മക്കാ നഗരം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നോക്ക് നിങ്ങൾ, എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്ന്. ഇതിന് മുമ്പ് ഞാൻ അവർക്ക് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കത്ത് മഴ പെയ്ത് മലയിലൊക്കെ പച്ചപ്പ് മുളച്ചതെന്നുള്ള കാര്യം. പക്ഷെ ഇപ്പോൾ നോക്ക് നിങ്ങൾ, പച്ചപ്പൊക്കെ നല്ല ചൂട് കാരണം നോമ്പാണെങ്കിലും നല്ല ചൂടാണ് കേട്ടോ. ഈ തൊപ്പി ഞാൻ രാവിലെ ആ തണുപ്പുണ്ടല്ലോ, മഞ്ഞ് കൊള്ളണ്ടെന്ന് വിചാരിച്ചെടുത്തതാണ്. പക്ഷെ നല്ല ചൂട് ഈ സാധനം. നമ്മളിപ്പോൾ ഇവിടെ താഴത്തെത്തിയിട്ടുണ്ട്. നമ്മളെ കൂടെ വന്നേ ഹനീഫൊക്കെ കുഴങ്ങിട്ടോ, ക്ഷീണിച്ച്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇവർക്കൊക്കെ സെക്യൂരിറ്റി ആയിട്ട് പോലീസ് ഇവിടെ ഉണ്ട്. 2 പോലീസ് വാഹനങ്ങളും ഇവിടെ ഉണ്ടാവും. നമ്മൾ ജബലന്നൂർ ഇവിടെ താഴത്തെത്തുന്ന സമയത്ത് ഇവിടെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടൊരു പള്ളിയുണ്ട്. സ്ത്രീകൾക്കാണേലും പുരുഷന്മാർക്കാണേലും ഇവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊരു പള്ളിയുണ്ട് കേട്ടോ. പ്രാക്കളൊക്കെ തീറ്റ തേടി നിൽക്കുവാണ്. അതുപോലെ ഇവിടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുരങ്ങന്മാർക്ക് തീറ്റ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള നിയമമാണ് കൊടുക്കരുത് എന്നുള്ളത്. അതും ഇവിടെയും വിലക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിലക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡേഞ്ചറാണ് സംഭവം. നമ്മളെ കയ്യിൽ നിന്ന് പല സാധനങ്ങളും അടിച്ചു മാറ്റിപ്പോകും. അപ്പം ഇവിടെ മുതലാണ് ജബലന്നൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും എന്തായാലും നമുക്ക് മേലെത്തിയിട്ട് സംസാരിക്കാം കേട്ടോ. സൂര്യൻ ആ ഭാഗത്തുനിന്ന് ആയതുകൊണ്ട് ഞാൻ ബാക്ക് ക്യാമറ എടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് നല്ല ലൈറ്റ്. السلام عليكم، كيف الحال؟ الحمد لله. الحمد لله الحمد لله الحمد لله. يلا فوق. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഉംറയ്ക്ക് വരുന്ന ആളുകളും അതുപോലെ തന്നെ വിസിറ്റിങ്ങിലൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് പോവാറുണ്ട്. ഇപ്പോൾ ഉംറയിൽ വരുന്ന ആളുകൾ
അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അതല്ല ഉംറയ്ക്ക് വരാനൊക്കെ വരുന്ന ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. മാക്സിമം ഒന്ന് ഉംറ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ റൂമിലും മറ്റിടത്തൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ചിലവാക്കുന്ന സമയമൊക്കെ നിങ്ങൾ മാക്സിമം പുറത്തൊരുപാട് സ്ഥലങ്ങൾ, ചരിത്ര സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഒരുപാട് സ്ഥലം അല്ല അളിയ എന്താണ് അഭിപ്രായം? അല്ല, ഒരുപാട് ടൈം ഉംറക്കൊക്കെ വരുന്ന ആളുകൾ പല സ്ഥലത്ത് ഇരുന്ന് വേസ്റ്റായി പോകുന്നുണ്ട്. അതിപ്പോൾ ഈ ഗ്രൂപ്പിലാണെങ്കിലും 2-3 ഉംറ ചെയ്താൽ അവർക്ക് പിന്നെ ഫ്രീ ആണ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് പോകാൻ വരാം. അമീർമാരുണ്ടാവില്ല എന്നുള്ളൂ. ൊക്കെ ഒരുപാട് ആൾക്കാർ മല കയറി ഇറങ്ങുന്നുണ്ട്. ഒക്കെ നോമ്പെടുത്തിട്ട് വരുന്ന ആളുകളായിരിക്കും കേട്ടോ. നല്ല ചൂടാണ് ഇവിടെ. രാവിലെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ തന്നെ 30 ഡിഗ്രി ചൂടാണ്. 30-32 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇവിടെ.
ഏകദേശം ഫുള്ള് ഇതുപോലെ ഹില്ലി ഏരിയാസാണ്, കൂടുതലും മലകളാണ്, മലനിരകളാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, മരങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ശ്വസിക്കണതിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്യും. നമ്മുടെ നാട്ടിലൊരു മല കയറുന്നതും ഇവിടെ ഒരു മല കയറുന്നതും ഒരുപാട് മാറ്റമുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ബയോളജിക്കൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കറക്റ്റിൻ്റെ ഫോർമുല എനിക്കറിയില്ല. അല്ല, പച്ചപ്പുള്ള സ്ഥലത്ത് നമ്മൾ ശ്വസിക്കാനും ഇതിനൊക്കെ നമുക്ക് ഒന്നുകൂടെ നല്ല ഇതാണ്, വായുവാണ് കിട്ടുക. പക്ഷേ വരണ്ടിരിക്കുന്ന ഡ്രൈ ലാൻഡാണിത്. അധിക സ്ഥലം ഇങ്ങനത്തെ ഒരുപാട് മലകളൊക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്ലേസസൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ജബലു സൗർ പോവുകയാണെങ്കിലും അവിടെയൊക്കെ അതുപോലെ ഡ്രൈ ലാൻഡാണ്. അപ്പോൾ ശ്വസിക്കാനും ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ കയറുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്, കാണാൻ പറ്റും ഒരുപാട് വേലി ഇങ്ങനെ മേലിട്ട് നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്, പ്രായം ചെന്ന ആളുകൾക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പറ്റും. ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇറാ ഗുഹ കാണാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. تمشي ولا
അപ്പോൾ ആളുകൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ, തടിയുള്ള ആളുകൾക്കും നമുക്ക് ഇതിൽ പാസ് ചെയ്യാൻ പറ്റൂല. ഈ ഒരു സ്ഥലമുണ്ട്, ചെറിയ ഗ്യാപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. നല്ല തടിയുള്ള ആളുകൾക്കൊക്കെ മുകളിൽ നിന്നിട്ട് കാണാനുള്ള സൗകര്യമുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ കാണിച്ചാൽ നിസ്കരിക്കാനുള്ള സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് എൻ്റെ തടി ഇതിലൂടെ പോകട്ടോ, നമുക്ക് വിഷയമല്ല. നല്ല തിരക്കാണ് കേട്ടോ അവിടെ, ആളുകൾ ഭയങ്കര തിരക്കാണ്. ഈ ഒരു ഗുഹയുടെ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് ഒരുപാട് മുശ്രിക്കീങ്ങളൊക്കെ ഉള്ള കാലത്ത് നബി തങ്ങൾ ഒഴിഞ്ഞ് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു മലയുടെ മേലെ വന്ന് അഭയം തേടുകയും അതുപോലെ തന്നെ ഒരുപാട് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം എന്ന് പറയുന്നുണ്ട് നബി തങ്ങൾ ഇതിന് മേലെ കഴിഞ്ഞുകൂടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ മുഖേന അവതരിക്കപ്പെടുന്നതും ഇഖ്റ യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു ഗുഹയുടെ ഒരു ആമുഖത്താണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് തണലിലോട്ട് മാറി നിന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ അവിടെ ആ ഒരു ഗുഹേൻ്റെ അകത്തുനിന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത്. ഇങ്ങനെ കുനിഞ്ഞ് വേണം കയറി വരാൻ കേട്ടോ. അതുപോലെ ഇതിലൂടെയും നമുക്ക് പോകാൻ പറ്റും. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിലൂടെയും നമുക്ക് ഈ ഒരു ഗുഹയുടെ ആമുഖത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും മക്കത്തൊക്കെ വരുന്നവരെന്തായാലും ഈ സ്ഥലം നിങ്ങൾ ഒരു തവണയെങ്കിലും കയറി കാണുക. നിങ്ങൾക്ക് ഇവിടെ വന്നത് നിങ്ങൾ മാക്സിമം മുതലാക്കുക. അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ, ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഒക്കെ നിങ്ങൾ കാണുക. ഇനി നമുക്ക് നമ്മൾ അളിയനോട് അഭിപ്രായം ചോദിച്ചു നോക്കാം. നോമ്പ് നോറ്റ് ഇതിൻ്റെ മേലറ്റം കയറി എത്തിയതാണ്. ഇവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ എത്തിയിട്ട് നമ്മളെ ഹബീബ് കയറിയ ഒരുപാട് ദിവസം നമ്മുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നതല്ലേ ഒറ്റയ്ക്ക്. ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ച് ഖുർആൻ എന്ന ഗ്രന്ഥം ഇറക്കുക, ജിബ്രീൽ വന്ന് പറഞ്ഞു ഇറക്കിയതും അങ്ങനെയുള്ള ചരിത്ര ഭാഗങ്ങളൊക്കെ കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും പ്രയാസപ്പെട്ട് നോമ്പ് നോറ്റ് ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ വന്നപ്പോൾ കുറച്ച് തിരക്ക് കൂടുതലുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ തിരക്ക് കഴിഞ്ഞിട്ട് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് നോക്കാം. തിരക്ക് കുറേ ആണെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് പോവാം. ഓക്കെ, നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ ഒരു മണിക്കൂറൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. രാവിലെ 6-6:30 മുതൽ നിൽക്കുന്ന ആളുകളുണ്ട് ഇതിൽ. അത്രയും നേരത്തെ ആളുകൾ വന്ന് നിൽക്കുക. അതെ, വരണമെങ്കിൽ ഇനിയിപ്പോൾ ലക്ഷങ്ങൾ ഇനിയും മുടക്കണമല്ലോ. അതെ അതെ. അപ്പോൾ ഈ മുടക്കിൽ തന്നെ നമുക്ക് ഇവിടെയുള്ള മാക്സിമം ചരിത്രങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിക്കുക, അള്ളാഹിനെ സ്തുതിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ഒക്കെ ആളുകൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഫൈസലാബാദ് നമ്മുടെ ഷിഹാബുക്കൊക്കെ ഹജ്ജിന് നടന്നു പോയത് ഈ ഒരു പുള്ളിക്കാരൻ്റെ നാട്ടിലൂടെയാണ് കേട്ടോ. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് പുള്ളിക്കാരന് പരിചയമുണ്ടതാണ്. പുള്ളിക്കാരൻ്റെ ഒരുപാട് ആളുകൾ, കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത്. उम्रा के लिए आया? उम्रा के लिए किधर से? पाकिस्तान से? हम लोग दुबई से आए। माशाल्लाह। गाड़ी पकड़ के? गाड़ी बाय रोड। बाय रोड? ट्रैवलर से पूरा सफर करने के लिए पसंद है? सफर करने के लिए बहुत नहीं फ्लाइट में और गाड़ी में? अच्छा, बाय रोड है। ठीक है. ഇവരൊക്കെ ദുബായിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കാറിൽ. എന്തായാലും खुशी का बात है. माशाल्लाह। गाड़ी से दुबई से इधर तक माशाल्लाह.
अभी इधर से मदीना मदीना अभी से इधर फिर कितना दिन हो गया मक्का में? अभी 2 दिन हो गया. 2 दिन हो गया. ഇവിടെ നോക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ആളുകൾ. അസ്സലാമു അലൈക്കും. മാഷാഅല്ലാ. താഖത്ത്. ചാച്ചാ റഹീം. മാഷാഅല്ലാ. റഹീം ചാച്ചാ. मल पिशावर. അതുപോലെ നമ്മളെന്തായാലും തിരിച്ചിറങ്ങണം കേട്ടോ. बाबाजी आराम से आराम से लाइन में सीधे खड़े हो जाओ. ആളുകളൊക്കെ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ക്ലോക്ക് ടവർ കാണാൻ പറ്റുന്നുണ്ട്. നോക്ക് നിങ്ങൾ, ക്ലോക്ക് പറ്റുന്നുണ്ട് ആ ദൂരത്ത് കേട്ടോ. പണ്ട് കാലത്ത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാബ കാണാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം. അവിടെയൊക്കെ കുരങ്ങന്മാർ, നോക്ക് നിങ്ങൾ, കുരങ്ങന്മാർ ഇരിക്കുന്നത് സീനാണ് കേട്ടോ. ഒറ്റകള് നല്ല സീനാണ്. അതെ, അവിടെ മാഷാ അല്ലാ ക്ലോക്ക് ടവർ കാണുന്നുണ്ട്. സ്റ്റെപ്പുകളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം 200ഓളം സ്റ്റെപ്പ്, 250ഓളം സ്റ്റെപ്പുകൾ ഇതിൻ്റെ മേലെ എത്താൻ വേണ്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നോക്ക് നിങ്ങൾ, ഇങ്ങനെ വരികയാണ് കേട്ടോ ആളുകൾ. കയറി മുകളിലോട്ട് എത്തുകയാണ്. പിന്നെ നേരെതാ ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ മേലോട്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പരന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഒരുപാട് ആളുകൾ റെസ്റ്റ് എടുക്കുന്നു. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ, ജബലന്നൂറിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, വരാൻ പറ്റാത്ത ആളുകൾക്ക്, വരാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കുറ്റങ്ങളും കുറവുകളും വീഡിയോയിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ കമൻറ്റിലൂടെ അറിയിക്കുക. അതൊക്കെ നമുക്ക് തിരുത്താം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനും ഇതൊക്കെ പറ്റുള്ളൂ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അളിയ അതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അളിയ ഹെൽത്തി അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. അതുവരേക്കും ബൈ.